ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് ടു ബെറ്റർ ഓപ്പണിംഗ് ആണ്. എൻവിഡിയയുടെ റിസൾട്ട് വന്നതിന് ശേഷം അമേരിക്കൻ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. US ഫെഡറൽ റിസർവിൻ്റെ മിനിറ്റ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ളൊരു വൊളാറ്റിലിറ്റിയാണ് അമേരിക്കൻ മാർക്കറ്റിൽ ചെറിയ രീതിയിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. അമേരിക്കയിലത്തെ ഫിയർ ഗേജായ S&P 500 വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള 12.29 മിനിഞ്ഞാന്നത് 11.86 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് സ്ലൈറ്റ് വൊളാറ്റിലിറ്റിനെ തന്നെയാണ്. ഇന്നലെ നാസ്ഡാക്ക് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആഫ്റ്റർ അവേഴ്സ് ട്രേഡിങ്ങിൽ എൻവിഡിയയുടെ റിസൾട്ട് വന്നതിന് ശേഷം എൻവിഡിയ $107 പെർ ഷെയറിനാണ് ആഫ്റ്റർ അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്. ക്ലോസിങ് അറൗണ്ട് $950 പെർ ഷെയർ ആയിരുന്നു. അതോടൊപ്പം തന്നെ എൻവിഡിയ എക്സലൻറ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒപ്പം ഗൈഡൻസും കൂട്ടിയിരിക്കുകയാണ്. ഒപ്പം അവർ 150% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഇപ്പോഴത്തെ സ്റ്റോക്ക് 10 സ്റ്റോക്കുകളായിട്ട് സ്പ്ലിറ്റായി മാറും. അപ്പോൾ 10:1 സ്റ്റോക്ക് സ്പ്ലിറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസും അതുപോലെ തന്നെ മറ്റ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ് എൻവിഡിയ പുറത്തു വിട്ടിരിക്കുന്നത്. അവരുടെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സാണ് 427% ഗ്രോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഇൻഡിക്കേഷൻ നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിൽ ഉള്ള കമ്പനികളെ സംബന്ധിച്ച് ഈ ന്യൂസ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ നൽകുന്ന ന്യൂസാണ്. പ്രത്യേകിച്ച് നമ്മൾ റീസെൻ്റായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആനന്ദ്രാജ് ലിമിറ്റഡ്, അതുപോലെ തന്നെ അഡാനി എൻ്റർപ്രൈസസിൻ്റെ അണ്ടറിലുള്ള ഡാറ്റാ സെൻറ്റർ ബിസിനസ്സുകൾ, അതുപോലെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലുള്ള എല്ലാ കമ്പനികളെ സംബന്ധിച്ചും എൻവിഡിയയുടെ റിസൾട്ട് ഒരു പോസിറ്റീവ് ഇൻഡിക്കേഷനാണ് നൽകാൻ പോകുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ, ജാപ്പനീസ് മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറുകയാണ്. ചൈനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ എൻവിഡിയയുടെ പോസിറ്റീവ് ഇമ്പാക്റ്റിൽ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇനി വളരെ വൊളാറ്റൈലായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ ഒരു അപ്വേർഡ് ബയാസാണ് ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ് വെച്ച് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം നമ്മൾ ഇന്നലെ കമോഡിറ്റിയുടെ സെൻറ്റിമെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ കമോഡിറ്റി മാർക്കറ്റിൽ ഇന്നലെ പൊതുവെ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. ഗോൾഡ് $2392.9 പെർ ഔൺസിനാണ് ഇന്ന് ജൂൺ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും അറൗണ്ട് $2373 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം സിൽവറും ഇന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ്, $30.56 പെർ ഔൺസാണ്. കോപ്പർ, സിങ്ക്, അതുപോലെ തന്നെ അലുമിനിയം എല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ഇന്ന് വീക്കായിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം അയൺ ഓർ ആണ് ഇന്നും പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുന്നത്. അയൺ ഓർ ബെറ്റർ സെൻറ്റിമെൻ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും NMDC പോലുള്ള നമ്മുടെ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇനി ബ്രൻഡ് ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ബ്രൻഡ് ക്രൂഡ് ഓയിലും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $81.44 പെർ ബാരലാണ്. തീർച്ചയായിട്ടും കമോഡിറ്റിയുടെ വീക്ക്നെസ്സും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ഇന്ത്യ ഗവൺമെൻറ്റിന് RBI 2.11 ലക്ഷം കോടി രൂപ ഡിവിഡൻഡ് കൊടുത്തിരിക്കുകയാണ്. റെക്കോർഡ് ഡിവിഡൻഡാണ്. വളരെ പോസിറ്റീവായിട്ട് ഇന്ത്യയുടെ എക്കണോമിക് സെൻറ്റിമെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു ഡിസിഷനും കൂടിയാണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൂവും കൂടിയാണ് RBIയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഇതിൻ്റെ ബലത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളിനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അഡാനി എൻ്റർപ്രൈസസ് ഒരു പക്ഷേ സെൻസെക്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. വിപ്രോനെ റീപ്ലേസ് ചെയ്തിട്ട് സെൻസെക്സ് BSE സെൻസെക്സിൽ 30 സ്റ്റോക്കേ ഉള്ളൂ. അഡാനി എൻ്റർപ്രൈസ് എൻ്റർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അഡാനി എൻ്റർപ്രൈസ് അടുത്തൊരു വർഷത്തിനുള്ളിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് എന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ
നമ്മൾ Q4 റിസൾട്ടുകൾ ഇന്നലെ പുറത്ത് വന്നൊക്കെ നോക്കുകയാണെങ്കിൽ PG ഇലക്ട്രോപ്ലാസ്റ്റ്, അതുപോലെ തന്നെ ഗ്രാസിം ഇൻഡസ്ട്രീസ്, GE പവർ, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഇതൊക്കെയാണ് എക്സലൻറ്റ് റിസൾട്ടുകൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സാണ്. നമ്മുടെ തന്നെ ടോപ്പ് പിക്കുകളിലൊന്നാണ്. 112 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ്. കഴിഞ്ഞ ഇയർ 55 കോടിയായിരുന്നു. അപ്പോൾ ഹ്യൂജ് ഇൻക്രീസ് ആണ് നെറ്റ് പ്രോഫിറ്റിലും വന്നിരിക്കുന്നത്. അപ്പോൾ GRSനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഫെയർ വാല്യൂ കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിലും കൊച്ചിൻ ഷിപ്പ് യാർഡിനേക്കാളും ഹയർ ആണ്, പക്ഷേ വാല്യുവേഷൻ എപ്പോഴും കൊച്ചിൻ ഷിപ്പ് യാർഡിനേക്കാളും താഴെയാണ്. അതുകൊണ്ട് തന്നെ GRSൽ വീണ്ടും വലിയ രീതിയിൽ മുന്നേറ്റം കാണാൻ ചാൻസസ് ഉണ്ട്. GE പവർ നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്ക് ആയിരുന്നു. നല്ല രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുത്ത സ്റ്റോക്കാണ്. എക്സലൻറ്റ് Q4 റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ ഓർഡർ ബാങ്കിങ് ന്യൂസ് നോക്കുകയാണെങ്കിൽ GR ഇൻഫ്രാ പ്രൊജക്റ്റ് 1997 കോടി രൂപയുടെ പൂനെ റിംഗ് റോഡ് പ്രൊജക്റ്റിലും, അതുപോലെ തന്നെ വാർധ എക്സ്പ്രസ് വേ പ്രൊജക്റ്റിൽ 2350 കോടിയാണ്. ഈ 2 ഓർഡറും ഈ കമ്പനിക്ക് കിട്ടാനുള്ള ചാൻസാണ് കാണുന്നത്. അപ്പോൾ GR ഇൻഫ്രാ പ്രൊജക്റ്റിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. പൊതുവെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ്. ഒപ്പം റിലയൻസിൻ്റെ വൈസർ ബ്രാൻഡ് കൺസ്യൂമർ ഗുഡ്സിലേക്ക് റിലയൻസ് കടന്നിരിക്കുകയാണ്. നമ്മൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇത് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു. റിലയൻസ് ഓഫീഷ്യലി ഇപ്പോൾ കൂളേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇനി ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ലോഞ്ച് ചെയ്യാൻ പോകണം. എൻ്റെ റേഞ്ച് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് റിലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റിലയൻസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റിലയൻസ് അടുത്ത ദിവസങ്ങളിൽ 3000 രൂപ പെർ ഷെയർ ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഒപ്പം മറ്റൊരു എക്സലൻറ്റ് Q4 റിസൾട്ട് വന്നിരിക്കുന്ന ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയാണ്. എക്സലൻറ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. L&T വേൾഡിലത്തെ ഹെവിയസ്റ്റ് എഥിലീൻ ഓക്സൈഡ് റിയാക്ടർ BASFൻ്റെ ചൈനീസ് പ്ലാന്റിലേക്ക് ഷിപ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. L&Tനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ വേൾഡിൽ വൺ ഓഫ് ദി ബിഗസ്റ്റ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയും കൂടിയാണ്, ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനിയും കൂടിയാണ് L&T. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലോങ് റണ്ണിൽ L&Tക്ക് കിട്ടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ബയാസ് തന്നെയാണ് എന്ന്. F&O വീക്കിലി കോൺട്രാക്റ്റുകൾ എക്സ്പയർ ചെയ്യുന്നുണ്ട്. നിഫ്റ്റി കോൺട്രാക്റ്റുകൾ എക്സ്പയർ ചെയ്യാണ്. അതിൻ്റെ ഒരു വൊളാറ്റിലിറ്റി കാണാം. പക്ഷേ നിഫ്റ്റിയും സെൻസസും മുന്നേറും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസും ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസും ഒക്കെ വെച്ച് കാണുമ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്നിരുന്നാലും മറ്റെവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും. ഇലക്ഷൻ റിസൾട്ടിന് ശേഷം നമുക്ക് വലിയ രീതിയിലുള്ള വിലയിരുത്തലുകളുമായിട്ട് മുന്നോട്ട് പോവാം. അതുവരെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ബൈ ചെയ്യാന്ന് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു സ്റ്റോക്ക് ലോങ് ടൈം ബൈയിങ്ങിനായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.